വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റിയ നല്ലൊരു പരിപ്പും വാഴയ്ക്ക കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. ഒരു 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിന് മുളക് പൊടി ചേർക്കുന്നില്ല. ഒരു ചെറിയ കഷ്ണം പുളി, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം കാണും. ഒരു തക്കാളി, ഒരു പച്ചക്കായും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തൊലിയൊന്ന് കളഞ്ഞ് പരിപ്പൊക്കെ നല്ലപോലെ കഴുകി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കണം. ഈ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചും വെക്കാം. പരിപ്പൊക്കെ ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴുകിയെടുത്ത് അതിലേക്ക് വാഴക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് കീറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും കൂടെ ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരു 2 or 3 വിസിൽ മതി. 2 വിസിലായാലും തന്നെ നല്ലപോലെ വെന്ത് കിട്ടും. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനിയൊരു പാത്രത്തിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇനി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ വാളംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിച്ചെടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചത്തേങ്ങ ആയതുകൊണ്ട് തിള വരുവോളം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ തേങ്ങയുടെ പച്ചച്ചുവയും ഒക്കെ ഒന്ന് മാറി വരട്ടെ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ ഇത്, ചോറിനൊക്കെ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവാണോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. തിളയൊക്കെ നല്ലപോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കണം. ഇതായിട്ടുണ്ട്. തീ ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ആ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 or 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. ഇനി കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി കറിയാട്ടോ, ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കറിയാട്ടോ ഇത്.